അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ? ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. എ മാനേജീരിയൽ പ്രിൻസിപ്പിൾ ഈസ് എ ബ്രോഡ് ആൻഡ് ജനറൽ ഗൈഡ് ലൈൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബിഹേവിയർ. ഒരു സ്ഥാപനത്തിൽ എങ്ങനെയായിരിക്കണം അവിടെയുള്ള മാനേജ്മെൻറ്റ് എന്നതിനുള്ള ഒരു ഗൈഡ് ലൈനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൈൽ ഡിസൈഡിങ് അബൌട്ട് പ്രൊമോഷൻ ഓഫ് ആൻ എംപ്ലോയി, വൺ മാനേജർ മേ കൺസിഡർ സീനിയോറിറ്റി വെറാസ് ദ അതർ മേ ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് മെറിറ്റ്. അതായത് നമ്മളൊരു എംപ്ലോയിനെ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ചില മാനേജേഴ്സ് കൺസിഡർ ചെയ്യുക അവരുടെ സീനിയോറിറ്റി ആയിരിക്കും കൺസിഡർ ചെയ്യുക, എന്നാൽ മറ്റുള്ള മാനേജേഴ്സ് കൺസിഡർ ചെയ്യുക അവരെ മെറിറ്റ് എന്താണോ അതിൻ്റെ ബേസിലായിരിക്കും അവരെ അപ്പോയിൻ്റ് ചെയ്യുക. ഇങ്ങനെ പല ഡിസിഷൻസും എടുക്കേണ്ട സമയത്ത് ഓരോ മാനേജേഴ്സും ഓരോ ടൈപ്പ് ഡിസിഷൻസ് ആയിരിക്കും എടുക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താ? ഹെൻറി ഫയോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള 14 പ്രിൻസിപ്പിൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ചെയ്യാനുള്ള എല്ലാ ജോലികളെയും നമ്മൾ ഓരോ പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ ഓരോ ജോലിയിലും ആരൊക്കെയാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത് അവർക്ക് അതിൻ്റെ ബേസിൽ ആ ജോബുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ബില്ലിങ്ങിന് ഒരു വ്യക്തി ഉണ്ടാവും, അതുപോലെ സെയിൽസ് അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യക്തികൾ വേറെ ഉണ്ടാവും, അതുപോലെ ഫുഡ് കുക്ക് ചെയ്യാൻ മറ്റു വ്യക്തികളുണ്ടാവും, പാക്കിങ്ങിന് വേറെ വ്യക്തികളുണ്ടാവും, നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേറെ വ്യക്തികളുണ്ടാവും. അങ്ങനെ ആ ഹോട്ടലുകളിൽ ചെയ്യാനുള്ള എല്ലാ ജോലികളും ഓരോ വ്യക്തികൾക്ക് അവർ എന്തിലാണോ എക്സ്പേർട്ട് ആയിട്ടുള്ളത് അതിൻ്റെ ബേസിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ചെയ്യാനുള്ള എല്ലാ ജോലികളും നമ്മൾ അവരുടെ എക്സ്പേർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ എന്തിലാണോ അവർ എക്സ്പീരിയൻസ് അതിൻ്റെ ബേസിൽ അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഹെൻറി ഫയോൾ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ പവർ ടു ഗിവ് ഓർഡേഴ്സ്. ഓർഡറുകൾ കൊടുക്കാനുള്ള ഒരു പവറാണ്, ഒരു വ്യക്തിക്ക് ഓർഡറുകൾ കൊടുക്കാനുള്ള പവറിനെയാണ് നമ്മൾ അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റെസ്പോൺസിബിലിറ്റിയിൽ ആ വേർഡിൽ തന്നെ പറയുന്നുണ്ട് റെസ്പോൺസിബിൾ ആയിരിക്കുക. ഓരോ എംപ്ലോയീസിനും അവരെന്താണോ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് അത് ചെയ്യാൻ അവർ റെസ്പോൺസിബിൾ ആണ് എന്നാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ, അതായത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ. നമുക്ക് സിമ്പിളായിട്ട് പറയാം അച്ചടക്കം എന്നുള്ള മീനിങ്ങിൽ ഡിസിപ്ലിനെ നമുക്ക് പറയാം. അതായത് ഇവിടെ ഡിസിപ്ലിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒബീഡിയൻസ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലുള്ള നിയമവ്യവസ്ഥകൾ, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബീഡിയൻ്റ് ആയിരിക്കുക, അത് അനുസരിക്കുക എന്നാണ് ഡിസിപ്ലിൻ എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്കൂളിൻ്റെ കേസിലാവുമ്പോൾ ഒരു സ്കൂളിൻ്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്കൂളിലേക്ക് വരാനും അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് പോകാനും ഒരു ടൈം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂണിഫോം ധരിക്കണം എന്നുള്ളൊരു റൂളും ഉണ്ടാവും. ഇങ്ങനെ ഇത്തരം ഒരുപാട് റൂളുകൾ നമ്മുടെ സ്കൂളുകളിലുണ്ടാവും. ഈ റൂളുകൾ നമ്മൾ അനുസരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കൊരു ഓർഗനൈസേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെ എൻട്രി ടൈമുകളുണ്ടാവും, അതുപോലെ തന്നെ എക്സിറ്റ് ആവേണ്ട ടൈമുകളുണ്ടാവും, അതുപോലെ ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിട്ട് നമുക്ക് പറയാം.
ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുക എന്നുള്ളതാണ് ഡിസിപ്ലിൻ എന്ന പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ സ്ഥാപനത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊരു വ്യക്തിക്ക് വേണ്ടേ? അങ്ങനെ ഒരു വ്യക്തി വേണം, അതായത് ഒരു സൂപ്പർവൈസർ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണം എന്നുകൂടെ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ ഈ ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ അനുസരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, സൂപ്പർവൈസ് ചെയ്തിട്ടും അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അതിനെതിരായിട്ട് ഒരു പെനൽറ്റി ഈടാക്കുക, അതുപോലെ തന്നെ ഇങ്ങനെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഉള്ളൊരു സംവിധാനവും അവിടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം എന്നുകൂടെ ഈ ഡിസിപ്ലിൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് 4th പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് പറയാം, വൺ ആൻഡ് ഓൺലി വൺ ബോസ് ഫോർ എവറി ഇൻഡിവിജ്വൽ എംപ്ലോയി. അതായത് നമ്മുടെ സ്ഥാപനത്തിലുള്ള ഓരോ വ്യക്തികളും ഓരോ എംപ്ലോയീസും ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ ഓർഡറുകൾ സ്വീകരിക്കരുത് എന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. സപ്പോസ് നമ്മൾ ഒന്നിലധികം ഓർഡറുകൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസിന് അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിലെ സെയിൽസ്മാനോട് നമ്മളൊരു ഓർഡർ കൊടുക്കുകയാണ്, അതായത് മാർക്കറ്റിംഗ് മാനേജറായിട്ടുള്ള ഒരാൾ ഓർഡർ കൊടുക്കുകയാണ്. നമ്മൾ സാധനം സെയിൽ ചെയ്യുന്ന സമയത്ത് 12% വരെ ഡിസ്കൗണ്ട് കൊടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഫിനാൻസ് മാനേജറായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുകയാണ് 6% കൂടുതൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കരുത് എന്ന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ 2 ഓർഡറുകൾ ഒരേ സമയം സെയിൽസ്മാന് വരികയാണ്. അപ്പോൾ ഇത്തരം കേസിൽ ആ സെയിൽസ്മാന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഹെൻറി ഫയോൾ പറയുന്നത്, ഒരു സമയത്ത് ഒരു ബോസിൻ്റെ കയ്യിൽ നിന്നും മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 5th പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ പറയുന്നത്, ഈച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദി സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ മെയിനായിട്ടൊരു എയിം ഉണ്ടാവും, മെയിനായിട്ട് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. എന്നാൽ അതിൻ്റെ അണ്ടറിൽ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവും. ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എന്തിനാ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു എയിം എന്ന് പറയുന്നത് എന്താ? ഒരു സെയിം ആയിരിക്കും. അപ്പോൾ ഈ സെയിം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും വേണം. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ പ്ലാനുകളും വേണം എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ, ഈ ഒരു ടേം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓരോ ഹെഡും അതിനായിട്ടുള്ള ഓരോ പ്ലാനുകളും ഉണ്ടാവണം എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷന് എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. യൂണിറ്റി ഓഫ് ഡയറക്ഷന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു മോട്ടോർ സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനി, അതുപോലെ തന്നെ അവിടെ കാറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. ഇത് രണ്ടും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന മോട്ടോർ സൈക്കിളിനും അതുപോലെ തന്നെ കാറ് മാനുഫാക്ചർ ചെയ്യുന്നതിനും സെപ്പറേറ്റ് ആയിട്ട് 2 ഡിവിഷൻസ് ഉണ്ടാകും. അതായത് മോട്ടോർ സൈക്കിള് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റും കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഹെഡുകളും ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ സെപ്പറേറ്റ് പ്ലാനുകളും ഉണ്ടാവും എന്നാണ് ഈ പ്രിൻസിപ്പിൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് 6th പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ഇവിടെ 2 ടേം നമ്മൾ മനസ്സിലാക്കണം, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ജനറൽ ഇൻട്രസ്റ്റും. സിമ്പിളായിട്ട് നമുക്ക് മലയാളത്തിൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യങ്ങൾ,
അതുപോലെ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യങ്ങൾ. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പൊതു താല്പര്യവും അതുപോലെ വ്യക്തി താല്പര്യവും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് പൊതു താല്പര്യങ്ങൾക്കായിരിക്കണം എന്നാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രിയോറിറ്റി ഓവർ ദി ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള എംപ്ലോയീസിൻ്റെയും വ്യക്തി താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം ആ ഓർഗനൈസേഷൻ്റെ മെയിനായിട്ടുള്ള താല്പര്യത്തിനാവണം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും അവർ മാക്സിമം ഔട്ട്പുട്ട് അല്ലെങ്കിൽ മാക്സിമം പ്രൊഡക്ഷൻ നടത്തണം എന്നാഗ്രഹിക്കുന്ന ഓർഗനൈസേഷനാവും. എന്നാൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ പ്രൊഡക്ഷൻ നടത്തണം എന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവും. എന്നാൽ ഓരോ എംപ്ലോയീസിൻ്റെയും ഉദ്ദേശം എന്തായിരിക്കും? കുറഞ്ഞ പണിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ ജോലി ചെയ്തിട്ട് മാക്സിമം സാലറി മേടിക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും ഓരോ എംപ്ലോയീസിനും ഉണ്ടാവുക. ഇത്തരം കേസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം വ്യക്തി താല്പര്യങ്ങളെക്കാൾ കൂടുതൽ ഓർഗനൈസേഷൻ്റെ, അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുക എന്നുള്ള ആ മെയിൻ എയിമിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. 7ാമത്തെ പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിലുള്ള എംപ്ലോയീസിന് കൊടുക്കുന്ന റെമ്യൂണറേഷനെ കുറിച്ചാണ് 7ാമത്തെ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിൽ നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി ആവാം, അല്ലെങ്കിൽ വേജസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇൻസെൻറ്റീവ്സോ അല്ലെങ്കിൽ ബോണസൊക്കെ കൊടുക്കുന്നതൊക്കെ ഈ റെമ്യൂണറേഷൻ എന്നുള്ള ഒരു ടേമിൽ പെടും. ഇവിടെ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത് ഇങ്ങനെ കൊടുക്കുന്ന റെമ്യൂണറേഷന് ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ആയിരിക്കണം. എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്ന സമയത്ത് അത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതായത് അവരുടെ ജീവിത നിലവാരത്തിന് ഉതകുന്ന തരത്തിലുള്ള സാലറി ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന എമൗണ്ട് കമ്പനിക്ക് അഫോർഡബിളായ രീതിയിലായിരിക്കണം കമ്പനി കൊടുക്കുന്നത്. കമ്പനിയുടെ പേയിങ് കപ്പാസിറ്റി എത്രയാണോ അതിൻ്റെ ഉള്ളിൽ വരുന്ന തരത്തിലാവണം ഇവർക്ക് സാലറി കൊടുക്കേണ്ടത്. അതായത് ബോത്ത് എംപ്ലോയീസ് ആൻഡ് ദ ഓർഗനൈസേഷനും അതുപോലെ തന്നെ എംപ്ലോയീസിനും സാറ്റിസ്ഫാക്ടറി ആകുന്ന രീതിയിലാവണം റെമ്യൂണറേഷൻ കൊടുക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദി ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനും സാറ്റിസ്ഫാക്ടറി ആകുന്ന രീതിയിലാവണം, അവർക്ക് രണ്ടുപേർക്കും തൃപ്തിയുള്ള രീതിയിലാവണം സാലറി കൊടുക്കേണ്ടത്. അതായത് രണ്ടുപേരും ഹാപ്പി ആവുന്ന രീതിയിലാവണം അവർക്ക് സാലറി കൊടുക്കേണ്ടത് എന്നാണ് റെമ്യൂണറേഷൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ പേയിങ് കപ്പാസിറ്റി ഓഫ് ദി കമ്പനിയുടെ പേയിങ് കപ്പാസിറ്റിക്ക് ഉള്ളിലുള്ള തരത്തിലാവണം. അതായത് കമ്പനിക്ക് ആ പൈസ കൊടുക്കാൻ പറ്റണം, അതിനുള്ള സാമ്പത്തിക നില ആ സ്ഥാപനത്തിന് ഉണ്ടാവുകയും വേണം എന്നാണ് ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്.